ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 1 കപ്പ് റവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത്. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം എനിക്കൊരു 3/4 കപ്പോളം വെള്ളമാണ് വേണ്ടി വന്നത്. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇളക്കിയെടുത്തിട്ടുള്ളത്. നന്നായി തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കുറേ സമയമൊന്നും വെക്കേണ്ട, ആ റവയൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി തട്ട് എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാവ് ഒഴിക്കുമ്പം ചെറിയ ചെറിയ ഇഡലികളായിട്ടാണ് ഞാൻ അത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മാവാണ് ഓരോ കുഴിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ചെറിയ ഇഡലികൾ ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ ഇതുപോലെ ഒരു 4 തട്ടിൽ ഇതുപോലെ ചെറിയ ഇഡലികളുടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം തിളച്ച ശേഷം നമ്മൾ ഈ ഇഡലിത്തട്ട് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. തിളയ്ക്കുന്നതിന് മുൻപ് വെക്കരുത് കേട്ടോ. വെള്ളം നന്നായി തിളച്ച ശേഷം വേണം തട്ട് വയ്ക്കാനായിട്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. ഇഡലി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്നൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്നാവും കേട്ടോ, കുറേ സമയം എടുക്കൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ്. അപ്പോൾ നാളികേരം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ, അതായത് 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി പോവരുത് കേട്ടോ. 2 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി. ഈ പൊടികളുടെ വാസനയൊക്കെ ഒന്ന് പോയി വരുമ്പോൾ, ഒരു പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമ്മൾ ഇഡലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ഇഡലി ചൂടോടുകൂടി തന്നെ വിടിയിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ചെറിയ ചെറിയ ഇഡലികളാകുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ ഇഡലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിടാം. ഇത്രയും മതി. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാളികേര ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.